അതായത് ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ കുളിർമല ഒരു എക്കോ ഫ്രണ്ട്ലി പാർക്ക്, ഒരു സ്ട്രെസ് റിലീസ് പാർക്ക് എന്നുള്ള രീതിയിലാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ. തദ്ദേശ പോരാട്ടത്തില് ഇന്ന് നമ്മള് പെരിന്തൽമണ്ണയിലെ ഒരു ഗ്ലാമർ വാർഡിലാണ്, UDFന്റെ പ്രതീക്ഷയുള്ള ഒരു വാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന AVM റഫീഖ്. അദ്ദേഹം ഒരുപാട് സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിലും പൊതുരംഗത്തും അറിയപ്പെടുന്ന ഒരു മുഖമാണ്. ഇത് ഏകദേശം UDFന്റെ കോട്ടയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF നേതൃത്വവും സ്ഥാനാർത്ഥിയും. അപ്പൊ നിങ്ങളിപ്പോ ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ, വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്താണ്? അതായത് ഈ പെരിന്തൽമണ്ണയിലെ ഏറ്റവും ഹൃദയഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് KSRTC മുതൽ പൊന്നിയൂർച്ചി സെന്റർ വരെയുള്ള ഏറ്റവും നല്ലൊരു പുരോഗതി പ്രതീക്ഷിക്കുന്ന ഒരു വാർഡ് കൂടിയാണത്. പിന്നെ ഇവിടുത്തെ വോട്ടർമാരെന്ന് പറഞ്ഞാൽ വളരെ നിഷ്പക്ഷമായിട്ടുള്ള ലോകം കണ്ട ആളുകളാണ്. അപ്പൊ അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു നഗരത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ആവശ്യപ്പെടുകയാണ് അവര്. അതായത് ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ കുളിർമല ഒരു എക്കോ ഫ്രണ്ട്ലി പാർക്ക്, ഒരു സ്ട്രെസ് റിലീസ് പാർക്ക് എന്നുള്ള രീതിയിലാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ഈ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങൾ ഇവിടെ മത്സര രംഗത്തുള്ളത്. ഇത് സ്ഥിരമായിട്ട് UDF വിജയിക്കുന്ന ഒരു വാർഡാണ്. ഇപ്പോ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി LDF വാർഡോട് ഭരണരംഗത്തുള്ളത്. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വിജയിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, വളരെ നിഷ്പക്ഷമായിട്ട് ആളുകൾ വിലയിരുത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് വിലയിരുത്തുന്ന ആളുകളാണ്. അല്ല, ഞാൻ അത് മാത്രമല്ല ചോദിക്കുന്നത്. വിജയിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നഗരസഭ നേരത്തെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്, അതിദാരിദ്ര്യമുക്ത കേരള പദ്ധതി പ്രഖ്യാപനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജനങ്ങളെ സ്വാധീനിക്കുമെന്നാണ് എന്റെ. തീർച്ചയായിട്ടും 30 വർഷത്തെ ഭരണം കൊണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഒരു നഗരസഭയാണ് പെരിന്തൽമണ്ണ നഗരസഭ. അപ്പൊ അതിന് പുറമെ ഒരു അക്കോമഡേഷൻ സിറ്റി എന്നുള്ള നിലക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ഈ സിറ്റിക്കകത്ത്. സംസ്ഥാന സർക്കാരിന്റെ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതൊക്കെ നിങ്ങൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ സ്ത്രീകളിൽ നിന്ന് തീർച്ചയായിട്ടും പ്രതികരണം ആളുകൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു സംസ്ഥാന സർക്കാരിനെ കുറിച്ചോ നഗരസഭയെ കുറിച്ചോ ഒരു നെഗറ്റീവ് വാക്ക് പോലും ഒരു വീട്ടിൽ നിന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നിങ്ങളിപ്പോ ഒരുപക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞു കുറെ കാര്യങ്ങൾ അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വാർഡിൽ കണ്ട നിങ്ങളുടെ കാഴ്ചയിൽ എന്തൊക്കെയാണ് ഇനി കൂടുതലായിട്ട് ഇവിടെ കൊണ്ടുവരേണ്ട വികസന പ്രവർത്തനങ്ങൾ? ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ഭാഗത്തുനിന്നും ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പെരിന്തൽമണ്ണ. പല ഭാഗത്തുനിന്നുള്ള ആളുകൾ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സിറ്റിയാണ്. അപ്പൊ ഒരു സിറ്റിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അതിവേഗം വളരുന്ന ഒരു സിറ്റി കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഒരു പാർക്ക് നമ്മളില്ല. അപ്പൊ ഇവിടെ ബയോ പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ നഗരസഭ കണ്ടെത്തിയ ഒരു സ്ഥലമുണ്ട്. അത് എന്റെ വാർഡിലാണ്, കുളിർമലയുടെ താഴ്വാരാണ്. അതൊരു എക്കോ ഫ്രണ്ട്ലി പാർക്ക് ആക്കണം. കുളിർമല 2 മലകളായിട്ടാണ് നിൽക്കുന്നത്. ഒരു സൺസെറ്റ്, ഒരു സൺറൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുളിർമലക്ക് തന്നെ ഒരു റിംഗ് റോഡ് വരികയാണെന്നുണ്ടെങ്കിൽ നഗരസഭക്കകത്ത് തന്നെ വികസനം ഉണ്ടാക്കാൻ കഴിയും. മറ്റു പഞ്ചായത്തുകളിലേക്ക് പോകാതെ നഗരസഭക്കകത്ത് തന്നെ വികസനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. ഈ കുളിർമലക്ക് 13ഓളം അപ്രോച്ച് റോഡ് ഉണ്ട്. അതാണ് ഇതിന്റെ മെയിൻ എയിം. നഗരത്തെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ കൂടി ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും പ്രതീക്ഷകള്, അതുപോലെ തന്നെ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ, ഇതെല്ലാം നടപ്പാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ വാർഡില് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായിട്ടും വിജയിച്ച് കയറാൻ കഴിയും. കാരണം UDFന്റെ അവരുടെ കോട്ടയാണെന്ന് അവർ പറയുന്നത്. അവരിത് നിലനിർത്തുമെന്ന് പറയുന്നു. അതുകൂടാണ്ട് നഗരസഭ ഭരണം വരെ പിടിക്കുമെന്നാണ് നേതാക്കളൊക്കെ, UDFന്റെ നേതാക്കളൊക്കെ അവകാശപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല പോരാട്ടമാണ്. ഇതിൽ നിങ്ങൾക്ക് 100% വിജയിക്കാൻ കഴിയുമെന്ന ഒരു ഉറച്ച പ്രതീക്ഷ ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും ഉറച്ച പ്രതീക്ഷ ഉണ്ട്. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഉത്ബുദ്ധരായിട്ടുള്ള ആളുകളാണ്. ഓരോ വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴും നമ്മളുടെ പ്രതീക്ഷക്ക് ഒത്ത് അവര് വളരെ പ്രതീക്ഷയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജയിക്കണം, വളരെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം, ഈ നഗരത്തിന് ആവശ്യമായത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആളുകൾ എന്നെ സമീപിക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവിടെ ഒരു സ്വീകാര്യതയുണ്ട്. നിങ്ങൾ വേറെ മേഖലകളിലൊക്കെ ഈ പെരിന്തൽമണ്ണയിൽ അറിയപ്പെടുന്ന ഒരു മുഖം കൂടിയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെയുള്ള നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളോ അങ്ങനെയുള്ള ആളുകളൊക്കെ
നിങ്ങൾക്കിപ്പോ നേരത്തെ LDF-ന്റെ തന്നെ പല സ്ഥാനാർത്ഥികളും UDF-ന്റെ പല സ്ഥാനാർത്ഥികളും പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണയ്ക്കുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ആരെങ്കിലും ഒക്കെ രാഷ്ട്രീയത്തിന് അതീതമായി ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞാറ്? തീർച്ചയായിട്ടും എന്റെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു തരത്തിലും ഒരു രാഷ്ട്രീയ കോമ്പറ്റീഷനോ ഒരു രാഷ്ട്രീയ എതിരാളികളോ ഇല്ലാത്ത ഒരാളാണ്. എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നിഷ്പക്ഷൻ നിലപാടോടെ എന്നുള്ള എന്റെ ക്യാപ്ഷൻ തന്നെ അംഗീകരിക്കുന്ന രീതിയിലാണ് ആളുകളുടെ സമീപനം. എന്തായാലും CPM-ലെ നമ്മുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇദ്ദേഹത്തിന്റെ പ്രചരണ രംഗത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഇവിടുത്തെ വോട്ടർമാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന ഉറച്ച പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു പുതുമുഖമല്ല. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവരും കണ്ടറിയുന്നതാണ്. അപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ട്. പെരിന്തൽമണ്ണയ്ക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന കുറെ പദ്ധതികൾ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ വരികയാണെങ്കിൽ പെരിന്തൽമണ്ണയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഉതകുന്നതായിരിക്കും. അപ്പൊ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടി അദ്ദേഹത്തിന് ജയിക്കാനും കഴിയുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ്. ഏതായാലും താങ്കളുടെ പ്രതീക്ഷ പോലെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ. ആരെ ജയിപ്പിക്കണം, ആരെ തോൽപ്പിക്കണം, ആരെ തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ആരെ വാഴിക്കണം, ആരെ വാഴിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ആരാണ് തങ്ങളുടെ ജനപ്രതിനിധി ആവേണ്ടത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ജനം തീരുമാനിക്കട്ടെ ആര് വേണമെന്ന്. അതേ എനിക്ക് പറയാൻ കഴിയൂ. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.